good evening. Welcome to 90 Plus, India's first animated live tuition. Hello, Hriday, Najil. Iniga, Hriday, Najil, Happy New Year. ആർക്കൊരു സ്നേഹമില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ കണ്ടിട്ട്. ടൈറ്റിൽസ് സുഖം. വെക്കേഷൻ ആണല്ലേ? എപ്പോഴും അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണോ? വെക്കേഷൻ ഇപ്പോഴും അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണോന്ന്? വെക്കേഷനിലാണോ? തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും. പഠിച്ചു തുടങ്ങിയാ? അതെ. എന്താണ് എനിക്ക മിണ്ടില്ലാന്നാ? മൈക്കില്ലാന്നോ? എന്താ മൈക്ക് എന്തിനാ? മൈക്കിന്റെ ആവശ്യമില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ, നോക്കട്ടെ. സംസാരിച്ചേ. കേക്കണില്ലേ? മൈക്ക് അടിച്ചു പോയാ? ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ പോലും പറ്റണില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നജിലി ക്ലാസ്സിലുള്ളതല്ലേ? എന്നിട്ട് എന്താ മിണ്ടാണ്ടിരിക്കണേ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിടാ? കുഴപ്പമില്ലാന്ന് വെച്ചാ എത്ര മാർക്ക് കിട്ടും? 40ന്റെ മുകളിൽ കിട്ടുള്ളൂ. 80-ലാണ് കേട്ടോ എക്സാം, 60-ലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 12 പ്രിസംസ്. എല്ലാവരും ഒരു പുതിയ പേജ് എടുത്ത് എഴുതിയേ. ചാപ്റ്റർ 12 പ്രിസം. എന്താണ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാമോ? പ്രിസം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഹൃദയം നജില് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് മിണ്ടാനായിട്ട്. നിങ്ങളോടാട്ടോ ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കണേ. എന്താണ് പ്രിസം? അറിയില്ല. ഓക്കെ, ഞാനൊരു ചോക്ലേറ്റ് കാണിച്ചു തരാം. ഇപ്പൊ എനിക്ക് അമൽ സാർ തന്നതാ ക്ലാസ്സിൽ വന്ന സമയത്ത്. കണ്ടൊരു ചോക്ലേറ്റ് കാണാൻ പറ്റണ്ടോ? കാണാവോ? ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. കണ്ടോ ചോക്ലേറ്റ്? ഓക്കെ, ഈ ചോക്ലേറ്റിന്റെ ഷേപ്പ് എന്താ? ഈ ചോക്ലേറ്റിന്റെ ഷേപ്പ് പറയാൻ പറ്റുമോ? ചോക്ലേറ്റിന്റെ ഷേപ്പ് ദേ ഇതിങ്ങനെ ഇരിക്കും. ഇതുപോലെയാണ് ഈ ചോക്ലേറ്റ് ഇരിക്കുന്നത്. ഓക്കെ, റെക്റ്റാങ്കിൾ അല്ല. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ, ഇതല്ലേ റെക്റ്റാങ്കിള്. പക്ഷെ ഇത് അങ്ങനെ ഒരു സൈഡ് മാത്രമല്ലല്ലോ, ഇതിനൊരു ഹൈറ്റ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഇല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കണേ. ഇതാണോ ചോക്ലേറ്റിന്റെ ഷേപ്പ്? ഏതാ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ ചോക്ലേറ്റിന്റെ ഷേപ്പ്? ഏതാ? സെക്കൻഡ് വൺ. ഇതാണ് ചോക്ലേറ്റിന്റെ ഷേപ്പ്. ഇതുപോലെയല്ല ഈ ചോക്ലേറ്റ് ഇരിക്കണേ. ശരിക്കും നോക്കി.
ഏതാ ചോക്ലേറ്റിന്റെ ഷേപ്പ്? ഇനി ഞാൻ സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ ചോക്ലേറ്റ് പൊട്ടിക്കാം. പൊട്ടിച്ച് തിന്ന് കാണിച്ചെന്നാ? എടാ പൊട്ടിക്കുമ്പോ ഇതേ ഉണ്ടാക്കിയേക്കണ എന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വേറൊരു ഷേപ്പിലിരിക്കണേ. അപ്പൊ നമുക്ക് പിന്നെ പൊട്ടിക്കാം കേട്ടാ. അപ്പൊ ഏതാ അതിന്റെ ഷേപ്പ്? ഫസ്റ്റത്തെയാണ് അതിന്റെ ഷേപ്പ് അല്ലേ? ഈ ചോക്ലേറ്റ് ഇരിക്കുന്ന ആദ്യത്തെ രൂപത്തിലാ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ രൂപത്തിലല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് രൂപങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഈ രണ്ട് രൂപങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അറിയോ? ഈ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ അതിന് വെറുതെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു നീളം വീതിയുള്ളൂ. ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ? ഈ രണ്ടാമത് വരച്ചേക്കുന്ന സാധനം ഇങ്ങനെ വെറുതെ ഞാനൊരു റെക്ടാങ്കിൾ വരച്ചേക്കുക. അത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് പേപ്പറിനകത്ത് വരച്ചു വെച്ചേക്കാണ് അല്ലെ? ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കട്ടയാണ്, ഒരു ബ്ലോക്ക്. ഓക്കെ, ഒരു കട്ട, ഒരു കഷ്ണം. മനസ്സിലായ? ഇതൊരു 3 ഡയമെൻഷനലും ഇത് 2 ഡയമെൻഷനിലാണ്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ARM സിനിമ കണ്ടിട്ടുണ്ടോ? ARM കണ്ടിട്ട് എവിടെ കണ്ട? തിയേറ്ററിൽ പോയിട്ടാണോ അതോ ഫോണിലോ അല്ലെങ്കിൽ OTTയിലോ എങ്ങനെയെങ്കിലും ടിവിയിലാണോ കണ്ടത് അതോ തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടത്? പറയടോ, ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലേ പറയണേ. ഏതാ? ഫോണിൽ കണ്ടു. ഓക്കെ, നജില് ഫോണിൽ കണ്ടു, ഇനിക തിയേറ്ററിൽ കണ്ടു, ഹൃദയ കണ്ടില്ല, തിയേറ്ററിൽ കണ്ടു. ഓക്കെ, സോ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പം ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എന്തായിരുന്നു പ്രത്യേകത? 3D ആയിരുന്നു അല്ലെ? അതായത് 3 ഡയമെൻഷനിലായിരുന്നു. അത് 3D ആയിരുന്നു. അതായത് നമുക്ക് ഫോണിൽ കാണുമ്പോൾ എന്താ പ്രത്യേകത? അത് 3D ആയിരുന്നോ? ഫോണിൽ കാണുമ്പോ അല്ലെങ്കിൽ ടിവിയിൽ കാണുമ്പോൾ അത് 3D ആയിരിക്കില്ല കേട്ടോ. 3D ആയിരിക്കില്ല. സാധാരണ സിനിമ കാണുന്ന പോലെ ആയിരിക്കും. സാധാരണ സിനിമയും 3D സിനിമയും തമ്മിലുള്ള പ്രത്യേകത എന്താ? സാധാരണ സിനിമയും 3D സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണ സിനിമ നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന പോലെ അല്ലെ? നിങ്ങൾ എന്നെ കാണുന്ന പോലെ ഞാൻ ഈ സ്ക്രീനിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുന്നു. ഇതാണ് സാധാരണ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ 3D സിനിമ കാണുമ്പോൾ എന്താ ഉണ്ടാവുക പ്രത്യേകത? ഇവിടെ കിടന്ന് കളിക്കുന്നത് പോരാ, ഫ്രണ്ടിലോട്ട് നമ്മുടെ കണ്ണിലേക്കും കൂടെ വരുന്ന പോലെ തോന്നും അല്ലെ? അപ്പോ ഈ 2 ഡയമെൻഷൻ, അതായത് ഇപ്പോ എന്നെ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ARM എന്ന് പറയുന്ന സിനിമ നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ ടിവിയിൽ കാണുമ്പോൾ അത് 2 ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷൻ എന്ന് പറയും, 2D എന്ന് പറയും. ഓക്കെ, 2D ആണ്. അതിന്റെ പ്രത്യേകത നമ്മൾ ഇങ്ങനെയും മാത്രം നീങ്ങാനായിട്ട് പറ്റുള്ളൂ, ഫ്രണ്ടിലോട്ട് നീങ്ങാനായിട്ട് പറ്റില്ല. അതാണ് നമുക്ക് ഇവിടെയുള്ള പ്രത്യേകത. അതായത് ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ സാധനം ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതായത് എന്താ, നമുക്ക് ആ സ്ക്രീനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഒരു പേപ്പറിൽ വരയ്ക്കാനായിട്ടേ പറ്റുള്ളൂ. പക്ഷേ രണ്ടാമത് വരച്ച സാധനം അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഇത് 3 ഡയമെൻഷനിലാണ്, 3D. ഇതിന്റെ പ്രത്യേകത ഇത് ഫ്രണ്ടിലേക്കും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഈ പടത്തിലായാലും നമുക്ക് തോന്നുന്നില്ലേ ഫ്രണ്ടിലേക്കും കൂടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പോ ഇത് 2 ഡയമെൻഷനൽ, ഇത് 3 ഡയമെൻഷനൽ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻ ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്, പ്രിസംസ് കേട്ടാ. ഇനി ഈ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും നമ്പർ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്പർ എന്താണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2, 3 എന്ന് പറയുന്ന ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 2 ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലെങ്ത്തും ഈ ബ്രെഡ്ത്തും, അതായത് നീളവും വീതിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് 2 ഡയമെൻഷനൽ. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ നീളം, നീളം ഉണ്ടാവും, ഇതാണ് ലെങ്ത്ത്, വീതി ഉണ്ടാവും, ഇതാണ് ഇതിന്റെ ബ്രെഡ്ത്ത്, കൂടാതെ ഇതിന്റെ ഹൈറ്റും കൂടെ ഉണ്ടാവും. 3 ഡയമെൻഷൻസ് ആയി. മനസ്സിലായോ? 2 ഡയമെൻഷനലും 3 ഡയമെൻഷനും തമ്മിലുള്ള വ്യത്യാസം. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നീളവും വീതിയും മാത്രമേ ഉണ്ടാവുള്ളൂ. 3 ഡയമെൻഷനിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലെങ്ത്തും നീളവും വീതിയും ഹൈറ്റും കൂടെ വരും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി
ഇതുപോലെ തന്നെ പല പടങ്ങളും ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ എന്ത് പറഞ്ഞു? റെക്റ്റാങ്കിളും പിന്നെ റെക്റ്റാങ്കുലാർ പ്രിസത്തിന്റെയും കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇതെന്താ? ഇതെന്തുവാ ലാഗ് ആണ്? ഇത് സ്ക്രീൻ ഒന്ന് മാറ്റി. ഇപ്പൊ മിസ് വരച്ച സാധനം എന്തുവാ? അതൊരു സർക്കിൾ ആണ് അല്ലേ? ഇപ്പൊ മിസ് വരച്ച സാധനം ഒരു സർക്കിൾ ആണ്. ഇനി ഈ സർക്കിള് അടിയിൽ വന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഹൈറ്റും കൂടെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് എന്തായി? ഇതൊരു സിലിണ്ടർ ആയി. ഓക്കെ, അപ്പോ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എവിടെ സർക്കിള്? ഈ താഴെയുള്ളതും സർക്കിളാണ്, മുകളിലുള്ളതും സർക്കിളാണ്. അപ്പൊ നമുക്ക് സർക്കിളിന്റെ മുകളില് ഹൈറ്റും കൂടെ വരുവാണെങ്കിൽ അത് സിലിണ്ടർ ആയി. മനസ്സിലായില്ലേ? ആദ്യത്തേലെന്ന് പറയുമ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് പോകില്ല, കണ്ടേ? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ മുകളില് ഒരു ഹൈറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്തായി? റെക്റ്റാങ്കുലർ പ്രിസം അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്ന് പറയും ഇതിന്റെ പേര്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത് രണ്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? നമുക്ക് ബേസ് ആയിട്ട് ഒരു 2 ഡയമെൻഷണൽ ഫിഗർ എന്തെങ്കിലും ഉണ്ടാവും. തറ ബേസ് ആയിട്ട് 2 ഡയമെൻഷൻ ഉള്ള എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഇപ്പൊ ഇവിടെ റെക്റ്റാങ്കിള് ഇവിടെ ബേസ് ആയിട്ട് നമ്മൾ വരച്ചിട്ട് ഇതിന്റെ മുകളിൽ ഹൈറ്റ് വരച്ച് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് ഈ ഒരു ഫിഗർ. സർക്കിള് ബേസ് ആയിട്ട് വരച്ചിട്ട് അതിന്റെ മുകളിൽ ഹൈറ്റ് വരച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു ഫിഗർ. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് പ്രിസംസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണ്ടോ പറയണേ? ഹൃദയക്ക് മനസ്സിലായോ? അതേപോലെ നമുക്ക് ബേസ് ആയിട്ട് പലതും വെക്കാം. ഇപ്പൊ ഇവിടെ മിസ് ഇതേ കുറച്ച് പടങ്ങൾ കാണിച്ചു തരാം. കണ്ടോ? ഇവിടെ നമുക്ക് ആദ്യത്തേനകത്ത് ബേസ് ആയിട്ട് വന്നേക്കുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആദ്യത്തേനകത്ത് ബേസ് ആയിട്ട് വന്നേക്കുന്നത് ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ ആണ് നമ്മൾ ഈ മുകളിൽ കാണുന്നത് കേട്ടോ. ദേ നോക്കിയേ, താഴെയും മുകളിലും ട്രയാങ്കിള്. ഓക്കെ, എന്നിട്ട് അതിന് ഈ ഹൈറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോ കിട്ടിയതാണ് നമ്മുടെ ഈ ഒരു പ്രിസം, ആദ്യത്തെ പ്രിസം. ഓക്കെ, ഇനി രണ്ടാമത്തെ പടം എടുക്കുവാണെങ്കിൽ എടാ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അഭിനവന് വല്ലതും മനസ്സിലാവണ്ടോ? നീ ലേറ്റ് ആയിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഇപ്പൊ തുടങ്ങി ശ്രദ്ധിച്ചാലും കിട്ടാവുന്ന കാര്യമുള്ളൂ. എന്താണ് എന്താ ഞാൻ പറഞ്ഞേ? ചായയോ? ഇത്രയേ ഉള്ളൂ. ഇനി തൊട്ടായാലും ശ്രദ്ധിക്കുക. അതായത് പ്രിസം, ഒരു പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ താഴെയും മുകളിലും ഒരേ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ താഴെയുള്ളത് താഴെയും മുകളിലും ഉള്ളത് ട്രയാങ്കിൾ ആണ്. കണ്ട? ഈ സെയിം ട്രയാങ്കിൾ ആയിരിക്കും താഴെയും ഉള്ളത്. ഓക്കെ, എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിളിന്റെയും മുകളില് ഇങ്ങനെ ഹൈറ്റുകൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു പ്രിസം കിട്ടും. ഇപ്പൊ വേറൊരു ട്രയാങ്കിൾ ഇപ്പൊ വരയ്ക്കാന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിള് മുകളിലും വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഹൈറ്റ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു പ്രിസം കിട്ടും. അപ്പൊ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, താഴെയും മുകളിലും വരുന്ന ഫിഗേഴ്സ് സെയിം ആയിരിക്കണം. താഴെയും മുകളിലും വരുന്ന ഫിഗേഴ്സ് സെയിം ആയിരിക്കണം. എന്നിട്ട് അതിന് ഹൈറ്റും കൂടെ വരച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു പ്രിസം. മനസ്സിലായി? ഇപ്പൊ രണ്ടാമത്തെ പടം നോക്കിയേ. ഇവിടെ നമുക്ക് മുകളിലും താഴെയും ഉള്ളത് ഓരോ ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഫിഗർ. ഓക്കെ, മുകളിലും താഴെയും വരുന്നത് ക്വാഡ്രിലാറ്ററൽ. എന്നിട്ട് അതിന്റെ കൂടെ എന്തും കൂടെ വന്നു? ഹൈറ്റും കൂടെ വന്നു. അപ്പൊ അതൊരു പ്രിസമായി. അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് എത്ര സൈഡ്സ് ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6. അപ്പൊ അതെന്താ? ഹെക്സഗൺ ആണ്. താഴെയും മുകളിലും ഉള്ളത് ഹെക്സഗൺ ആണ്. എന്നിട്ട് എല്ലാത്തിനും ഓരോ ഹൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രിസം കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? ആന്നത് എഴുതിയെടുത്ത് എന്താണ് പ്രിസം എന്നുള്ളത്?
കഴിഞ്ഞോ? വരയ്ക്കണ്ട. ഇനി എന്താണ് പ്രിസത്തിനുള്ളതെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇത് എഴുതണ്ട, പറയണത് കേട്ടാ മതി. ഇങ്ങോട്ട് നോക്ക്. The polygons and rectangles in a prism are called its faces എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു പ്രിസം വരയ്ക്കുകയാണ്. അതായത് ഇപ്പൊ താഴെ ഒരു ട്രയാങ്കിള്, മോളില് വേറൊരു ട്രയാങ്കിള്, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു പ്രിസം, അതായത് എങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ ഹൈറ്റ്, ഇവിടെ ഇങ്ങനെ ഹൈറ്റ്, ഇങ്ങനെ കുറച്ച് ഇപ്പോൾ ഒരു പ്രിസം കിട്ടിയില്ലേ? ഒന്ന് തലാട്ടെങ്കിലും ചെയ്യണോ? എല്ലാവരും ഏതാണ്ട് വെടി കൊണ്ട പോലെ ഇരിക്കണ്ടല്ല. നജിലെ സ്റ്റക്കാ. അപ്പോ ഇങ്ങനെ നമുക്ക് പ്രിസം കിട്ടി. ഈ പ്രിസത്തിന്റെ മുകളിലുള്ള ട്രയാങ്കിള്, ഇതാണ് ഇതിന്റെ ഒരു മുഖം അല്ലെ. ഇപ്പൊ ഇതൊന്ന് പെയിന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പെയിന്റ് ചെയ്യും? ദേ ഈ മുകളില് പെയിന്റ് ചെയ്യും 1, ഇതിന്റെ അടിയിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, അവിടെ പെയിന്റ് ചെയ്യും 2, പിന്നെയോ ഈ 3 സൈഡുകൾ പെയിന്റ് ചെയ്യും 3, 4, അപ്പുറത്തെ ഒരു റെക്ടാങ്കിൾ 5. ഓക്കെ, ഈ 5 സൈഡുകൾ നമ്മൾ പെയിന്റ് ചെയ്യില്ലേ? ഈ ഒരു പ്രിസം തന്നിട്ട് നിങ്ങളോട് പെയിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞ 5 വശങ്ങളല്ലേ നിങ്ങൾ പെയിന്റ് ചെയ്യാ? ഈ 5 വശങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഇതിന്റെ ഫേസസ് എന്ന് പറയും. മനസ്സിലായോ? എന്തെന്നാ പറയാ? ഫേസസ്. ഒരു പ്രിസത്തിന്റെ ഫേസസ് ആണ് നമ്മൾ ഈ പെയിന്റ് ചെയ്യുന്ന 5 വശങ്ങൾ. ഇപ്പൊ ഈ ഒരു പ്രിസം എടുക്കുകയാണെങ്കിൽ ഇവിടെ മുകളിൽ 1, താഴെ 2, പിന്നെ ഇവിടെ 4 എണ്ണം ഉണ്ടാവും. ആ 4 വശങ്ങളിലും നമ്മൾ പെയിന്റ് ചെയ്യും. അപ്പൊ അത്രയും ഭാഗങ്ങൾ പെയിന്റ് ചെയ്യുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ അതിന്റെ ഫേസസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് the polygons on the top and bottom are called bases. അതായത് ഇതിന്റെ ഏറ്റവും മുകൾഭാഗത്തുള്ള ഈ ട്രയാങ്കിളും താഴ്ഭാഗത്തുള്ള ഈ ട്രയാങ്കിളിനെയും നമ്മൾ എന്ത് പറയും? അതിന്റെ ബേസസ് ആണെന്ന് പറയും. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കാം അല്ലെ, മോളും താഴെ, മുകൾഭാഗവും താഴ്ഭാഗവും, അതിന് നമ്മൾ പറയുന്നതാണ് അതിന്റെ ബേസസ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഫോൺ ഇങ്ങനെയാണ് വെക്കാന്ന് വിചാരിക്കും. നമുക്ക് ഫോൺ ഒരിക്കലും ഇങ്ങനെ കുത്തി നിർത്താൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നമ്മൾ കുത്തി നിർത്തുവോ? നമ്മളിപ്പോ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ എങ്ങനെ വെക്കുക? ഇങ്ങനെ നിലത്ത് വെച്ചിട്ടായിരിക്കും പോകണ്ടാവുക അല്ലെ. അതായത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വെക്കും, ഈ ഭാഗം നിലത്തായിട്ട് വെക്കും, അല്ലെങ്കിൽ ഈ ഭാഗം താഴെയായിട്ട് വെക്കും അല്ലെ. അപ്പൊ ഇതിന് രണ്ടിനെയും പറയുന്നതാണ് ബേസസ്, ബേസ്. ഓക്കെ, അപ്പൊ മുകളിലുള്ള ഫിഗറിനെയും താഴെയുള്ള ഫിഗറിനെയും, ടോപ്പ് ആൻഡ് ബോട്ടം പോളിഗൺസിന് നമ്മൾ പറയുന്നതാണ് ബേസസ്. അടുത്തത് the rectangles are called the lateral faces. lateral face എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലുള്ള വശങ്ങൾ. എന്താണ് lateral faces? സൈഡിലുള്ള വശങ്ങളെയാണ് നമ്മൾ lateral faces എന്ന് പറയാം. അപ്പൊ ഈ ആദ്യത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ 1ഉം 2ഉം താഴെയുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബേസസ് എന്ന് പറയാ. അത് കൂടാതെ സൈഡിലുള്ള വശങ്ങൾ, അതായത് ഈ 3, ഈ 4, പിന്നെ അപ്പുറത്തെ 5, ഈ വശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫേസസ് എന്ന് വിളിക്കുന്നത്. ലാറ്ററൽ ഫേസസ്. മനസ്സിലായോ? സൈഡിലുള്ള വശങ്ങൾ വിളിക്കുന്നതാണ് ലാറ്ററൽ ഫേസസ്. ഇപ്പൊ ഈ ഫിഗർ എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഫേസ് ആണ്, ഇത് ഫേസ് അല്ല, ബേസ് ആണ്. ഓക്കെ, ഇത് ബേസ് ആണ്. ഈ സൈഡിൽ തന്നിരിക്കുന്ന ഈ സാധനങ്ങളാണ് നമ്മുടെ ലാറ്ററൽ ഫേസസ്. ഓക്കെ,
അടുത്ത നോക്കിയേ, ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ബേസസ് prisms can be classified as triangular prism, quadrangular prism and so on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസ് എന്താണോ ആ ബേസിനെ വെച്ചിട്ടാണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ബേസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം, ട്രയാങ്കുലർ പ്രിസം എന്ന് പറയാം. ഇതിന്റെ ബേസ് ഒരു ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇതിന് നമുക്ക് ക്വാഡ്രാങ്കുലാർ പ്രിസം എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രയാങ്കുലർ പ്രിസം, രണ്ടാമത്തെ ക്വാഡ്രാങ്കുലർ പ്രിസം, ഇനി ഓരോന്നിനും ഓരോ പേരുകൾ ഇങ്ങനെ കൊടുത്തു പോകും. അതിപ്പോ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ട്രയാങ്കുലർ പ്രിസം എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ബേസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയും. ബേസ് റെക്ടാങ്കിൾ ആണെങ്കിലോ, ബേസ് റെക്ടാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നതാണ് റെക്ടാങ്കുലർ പ്രിസം. കണ്ട, ഇതിന്റെ ബേസ് റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ഇതിന്റെ ബേസ് റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഇതിന് നമുക്ക് എന്തെന്ന് പറയാം, റെക്ടാങ്കുലാർ പ്രിസം എന്ന് പറയാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇത് എഴുതിയെടുത്തോ കേട്ടോ, വേഗം എഴുതിയെടുത്തോളൂ. കഴിഞ്ഞോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം. കേട്ടാ, വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എന്താ പറയാ, ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കുപ്പി ഉണ്ട്, കാണാൻ പറ്റുണ്ടോ നിങ്ങൾക്ക് കുപ്പി? ഈ കുപ്പിനകത്ത് എന്തോരം വെള്ളം കൊള്ളും, എന്തോരം ലിക്വിഡ് കൊള്ളും, അതാണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊരു സാധനത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ അഭിനവേ? അതിനകത്ത് ഇതിനകത്ത് കൊള്ളുന്ന ലിക്വിഡിന്റെ അളവ്, വെള്ളത്തിന്റെ അളവ്. ഓക്കെ, ഏതൊരു സാധനത്തിന്റെയും ഉള്ളിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അതിന്റെ വോളിയം എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പൊ ഒരു ക്യൂബോയിഡ്, ഒരു നേരത്തെ കാണിച്ച പോലത്തെ ഒരു പെട്ടിയാണെന്ന് വിചാരിക്കും. ആ പെട്ടിയുടെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, അതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, ലിക്വിഡിന്റെ അളവ്. ഓക്കെ അല്ലേ? ഇനി ഈ വോളിയം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഏതൊരു സാധനം തന്നാലും അതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ബേസ് എന്താണോ അതിന്റെ ഏരിയ. ഇപ്പൊ ബേസ് നമുക്കൊരു സ്ക്വയർ ആണ് വന്നതെന്ന് വിചാരിക്കും. ബേസ് ഒരു സ്ക്വയർ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ബേസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? വോളിയം കാണാനായിട്ട് ഏതൊരു സാധനത്തിന്റെയും വോളിയം കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. കേട്ടാ? അപ്പൊ വോളിയം ഓഫ് ഏതൊരു സാധനം തന്നാലും അതിന്റെ വോളിയം അല്ല, ഏതൊരു സാധനത്തിന്റെ വോളിയം കാണാൻ പറഞ്ഞാലും ഏതൊരു പ്രിസത്തിന്റെ വോളിയം കാണാൻ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് ബേസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ ഹൈറ്റ് ചെയ്യണം. മനസ്സിലായ? സ്ക്വയറിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇത് എഴുതി വെച്ചോ കേട്ടാ. വോളിയം ഓഫ് എനി പ്രിസം, വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ പല സാധനങ്ങളുണ്ട്. അതായത് ബേസ് നമുക്ക് സ്ക്വയർ ആയിട്ട് വരാം, ബേസ് നമുക്ക് റെക്ടാംഗിൾ ആയിട്ട് വരാം, ബേസ് നമുക്ക് ട്രയാംഗിൾ ആയിട്ട് വരാം, ബേസ് നമുക്ക് ഹെക്സഗൺ ആയിട്ട് വരാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബേസ് വരാം അല്ലേ? ഇല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ഏരിയ കാണാനായിട്ട് നിങ്ങൾക്ക് അറിയോ? 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 ആരോട് ചോദിക്കാൻ അല്ലേ? അപ്പൊ തേന ഇതാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല. വേഗം എഴുതി വെച്ചോളൂ കേട്ടാ. ബേസ് ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണെന്നുണ്ടെങ്കിൽ വോളിയം കാണാനായിട്ട് ബേസിന്റെ ഏരിയ, അതായത് √3/4 ഇൻറ്റു h. നജിന് ഭയങ്കര ക്ഷീണാണല്ലോ. സ്ക്വയർ ആണെങ്കിൽ, ബേസ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ ആണ് a² ഇൻറ്റു h. റെക്ടാംഗിൾ ആണെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അത് ഇൻറ്റു h. ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗണിന്റെ ഏരിയ ആണ് 6 ഇൻറ്റു √3/4 ഇൻറ്റു h. ട്രപ്പീസിയം ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ½ a+b ഇൻറ്റു d ആണ്, അത് ഇൻറ്റു h. ഓക്കെ, അപ്പൊ ഞാൻ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്നതൊക്കെ ഈ തന്നേക്കുന്ന പോളിഗൺസിന്റെ ഏരിയ ആണ്. ഇതിന്ന് അങ്ങോട്ട് ചത്തിരുന്ന് എഴുതാ, പറയണത് കേൾക്കാനുള്ള മൈൻഡൊന്നും ഇല്ല.
എഴുതി കഴിഞ്ഞോ എല്ലാവരും? നജില എഴുതി കഴിഞ്ഞാ? ഓക്കെ, ഒരു പ്രോബ്ലം എഴുതിയേ. ഫൈൻഡ് ദി വോളിയം ഓഫ് എ പ്രിസം വിത്ത് ബേസ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 cm and its height is 10 cm. ഈ വെള്ളം കൊള്ളാവോ? വെള്ളം നല്ലതാണ്. നജില് പറഞ്ഞേ, ഇവിടെ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കണ്ടേ നജില? ആ ഓക്കെ, ഈ പ്രിസത്തിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വോളിയം കാണാനായിട്ടുള്ള ഫോർമുല എന്തെന്നാ? Volume equal to base area into height. Base area into height. Base area എന്താ? ഇവിടുത്തെ ബേസ് എന്താ? ബേസ് യെസ്, ബേസ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ബേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഏരിയ ആണ്? ബേസ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ല, ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ആ ബോക്സിൽ നോക്കി പറയടാ. ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 ഇൻറ്റു ഹൈറ്റ്. ഇനി എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡാണ് എ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്, ഇവിടുത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയാ? ആ, അപ്പൊ എ എന്ന് പറയുന്നത് 4 cm ആണ്. ഹൈറ്റ് എത്രയാ? 10 cm. ഇത് രണ്ടും കൂടെ എഴുതി കൊടുക്കാം. അപ്പൊ √3/4 എന്ന് പറയുമ്പോൾ 4², ഹൈറ്റ് h എന്ന് പറയുമ്പോൾ 10. ഓക്കെ, മുകളിലും താഴെയും 4 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 4, ഇവിടെ 2 4, അപ്പൊ ഓരോന്ന് ക്യാൻസൽ ആയി പോകും.
4 into 10 40. അപ്പോൾ 40√3. ഇനി യൂണിറ്റ് എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ വോളിയം ആയതുകൊണ്ടും ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ടും സെന്റിമീറ്റർ ക്യൂബ്. 40√3 സെന്റിമീറ്റർ ക്യൂബ്. 40√3 സെന്റിമീറ്റർ ക്യൂബ്. അഭിനവ ഓർക്കം വന്നുണ്ടാ? ഇതിൽ പടം കാണിക്കും. നോക്കിയേ, എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് മെറ്റൽ ഹാസ് എഡ്ജസ് ഓഫ് ലെങ്ത്. ചോദ്യം എഴുതിയേ. ലെങ്ത് 6 centimeter, 9 centimeter and 15 centimeter. It is melted and recasted into identical cubes of sides 3 centimeter. ചോദ്യം എഴുതി കഴിഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നതേ നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. റെക്ടാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസ് ഓക്കെ. അപ്പോ റെക്ടാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസ് റെക്ടാങ്കിൾ ആയിട്ടുള്ള ഒരു പ്രിസം. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ബ്ലോക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കി, ഇത് ഉരുക്കി, അതായത് ഇപ്പൊ ഇങ്ങനെയാന്ന് വെച്ചാൽ ഇത് സ്വർണത്തിന്റെ ബിസ്ക്കറ്റാന്ന് വിചാരിച്ചോ. കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടാ? ആരോട് പറയണത്? നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ് ആദ്യം ഇരിക്കുന്ന സാധനം. ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഉപയോഗിക്കോ? ഇല്ല. ഈ സ്വർണത്തിന്റെ ബിസ്ക്കറ്റിനെ സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി അത് ഉരുക്കി കുഞ്ഞു വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കും നമ്മൾ, അല്ലേ?
അങ്ങനെയാണ് നമ്മൾ മാലയും കമ്മലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് സ്വർണ്ണ ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിച്ചോ. ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു, അത് ഉരുക്കി കുഞ്ഞു കുഞ്ഞ ക്യൂബുകൾ ഉണ്ടാക്കി. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ, എല്ലാ വശവും സ്ക്വയർ ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായ? കുഞ്ഞു കുഞ്ഞ ക്യൂബുകൾ ഉണ്ടാക്കി. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിലുണ്ടായത് ഒരു റെക്ടാങ്കുലർ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആയിരുന്നു. അത് ഉരുക്കി നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്യൂബുകൾ ഉണ്ടാക്കി. അപ്പൊ ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, പറ്റില്ലേ? ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കുറെ ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എത്ര ക്യൂബാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പാടില്ല. എത്ര ക്യൂബാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഈ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ നീളങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഒന്ന് നോക്കിയേ. നമ്മൾ അപ്പൊ ടേബിളിനകത്ത് എഴുതിയിട്ടുണ്ട് റെക്ടാങ്കുലർ പ്രിസം. റെക്ടാങ്കുലർ പ്രിസത്തിന്റെ വോളിയം കാണുന്നത് എങ്ങനെയാ? റെക്ടാങ്കുലർ പ്രിസത്തിന്റെ വോളിയം കാണുന്നത് എങ്ങനെയാ? നോക്കി പറയണ വേഗം. ഇങ്ങോട്ട് നോക്കി വെറുതെ ഇരിക്കാണ്, വായം പൊളിച്ച് കോട്ടുമായിട്ട്. എനിക്ക് ദേഷ്യം വന്നുണ്ട്. ഒരു വൃത്തികെട്ട പിള്ളേരും ക്ലാസ്സും. അളക്കാൻ ആരെ വന്ന് നടക്കും? നീ ടേപ്പ് കൊണ്ടുവന്ന് നടക്കുവോ? ആ ടേബിളിനകത്ത് നോക്കി ഫോർമുല പറയാൻ പറഞ്ഞിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുക കുറെ എണ്ണങ്ങൾ. അളക്കണം പോലും. അഭിനവനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയൊക്കെ കണക്ക് തന്നെയാ. നിങ്ങളൊക്കെ നിന്ന് നോക്കിയിരിക്കണേ. ഒരെണ്ണം ഉണ്ടോ നോക്കി മര്യാദക്ക്, ഒരെണ്ണം. എന്താണ് റെക്ടാങ്കുലർ പ്രിസത്തിന്റെ വോളിയം? അതെല്ലാത്തിന്റെ വോളിയം അത് തന്നെയാ. ഞാൻ പറഞ്ഞ ടേബിളിനകത്ത് നോക്കി പറയാനാ. തലമണ്ട അടിച്ച് ഞങ്ങൾക്ക് ഇരിക്കും. ഒരു ടേബിൾ എഴുതിയെടുത്താ ഓരോന്നിന്റെ വോളിയത്തിന്റെ ഫോർമുല. എന്തൂന്നാട മക്കളത്. നീ ഒന്നും അറിയില്ല, മിണ്ടാണ്ടെങ്കിൽ ഇരിക്കും. മനുഷ്യനെ ടെമ്പർ വെക്കാണ്ട്. ഇതാണ് ടേബിൾ എന്ന് പറയുന്ന സാധനം. ഒരു ടേബിള് കോപ്പി അടിക്കാൻ പോലും അറിയില്ല നിങ്ങക്ക്, നോക്കി പറയാൻ പോലും അറിയില്ല ഒരെണ്ണത്തിന്. ബേസ് റെക്ടാങ്കിൾ ആയിട്ടുള്ള പ്രിസത്തിന്റെ ഏരിയ വോളിയം എന്താ? വേഗം നോക്കി പറ. നജില് പറഞ്ഞേ. അന്ന് നിനക്ക് വായിക്കാൻ അറിയണില്ലേ? LB പ്രത്യേകം പേര് വിളിക്കണായിരിക്കും. കഷ്ടം തന്നെ, ഭയങ്കര കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ബേസ് റെക്ടാങ്കിൾ ആയിട്ടുള്ള ഒരു പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L ഇൻറ്റു B ഇൻറ്റു H. 15 ഇൻറ്റു 9 ഇൻറ്റു 6. വേഗം മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും കണ്ടുപിടിക്കും. ഗുണമെങ്കിലും അറിയോ നോക്കട്ടെ. ഒന്നും അറിയില്ല. ആരെഴുതിയത്? ഉത്തരം പറയടാ.
810. 810 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് റെക്ടാങ്കിൾ ബേസ് ആയിട്ട് വരുന്ന സാധനത്തിന്റെ വോളിയം. ഇവിടെ ഇനി അടുത്തത് ഒരു ക്യൂബാണ് പറഞ്ഞിട്ടുള്ളത്. ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും, എല്ലാ വശങ്ങളും. അതായത് ലെങ്ത് എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും, ഹൈറ്റ് എന്ന് പറയുന്നതും എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് അതെല്ലാം എന്തായിട്ടാണ് തന്നിട്ടുള്ളത്? 3 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. ലെങ്ത്തും 3, ബ്രെഡ്ത്തും 3, ഹൈറ്റും 3 അല്ലേ? അതിനെയാണ് ഒരു ക്യൂബ് എന്ന് പറയുന്നത്. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയുടെ ഒക്കെ ഒരു പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, അതൊരു ക്യൂബിന്റെ ഷേപ്പാണ്. ഇത് എല്ലാ സൈഡുകളും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എ തന്നെയല്ലേ, 3 തന്നെയല്ലേ. അപ്പൊ 3 × 3 × 3. ഇപ്പൊ എ ആണെങ്കിൽ a × a × a ക്യൂബ്. ഇതാണ് വോളിയം ഓഫ് എ ക്യൂബ്. അപ്പൊ എന്ത് വരും? 3 × 3 × 3, 3 ക്യൂബ്. ഇതാണ് ഇതിന്റെ വോളിയം. അപ്പൊ എന്ത് വരും? 3 ക്യൂബ്. 27 ആണ് നമുക്ക് ക്യൂബിന്റെ വോളിയം കിട്ടുന്നത്. ക്യൂബിന്റെ വോളിയം എന്താ? 27 സെന്റിമീറ്റർ ക്യൂബ്. നമ്മളോട് ചോദിച്ചത് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉരുക്കിയിട്ട് എത്ര ക്യൂബുകൾ ഉണ്ടാക്കിയെന്ന ചോദ്യം. എന്താ ചോദിച്ചേ? ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉരുക്കിയിട്ട് എത്ര ക്യൂബുകൾ ഉണ്ടാക്കിയെന്ന്. അതറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ക്യൂബ്സ്, ക്യൂബുകളുടെ എണ്ണം അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റെക്ടാങ്കുലർ പ്രിസത്തിന്റെ വോളിയം, അതായത് ഇതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഇതിന്റെ വോളിയം. എന്ത് സാധനത്തിനെയാണോ നമ്മൾ റീകാസ്റ്റ് ചെയ്ത് വേറൊരു സാധനമാക്കിയത്, ആ വോളിയങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 810 ഡിവൈഡഡ് ബൈ 27 ചെയ്യാം. ഞാൻ ചെയ്തോ? ഒന്നും ചെയ്യണ്ട. 30 ആണ്. കഴിഞ്ഞോ? എഴുതി എല്ലാവരും? ചോദിക്കടാ.
അതായത് ആ വോളിയം 27 ക്യൂബാണ്. ആ അതെ അതെ. ഇവിടെ നോക്കിയേ, അടുത്ത് നമ്മൾ പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ലാറ്ററൽ സൈഡ്സ്? ഹൃദയ പറഞ്ഞടാ, എന്താണ് ലാറ്ററൽ സൈഡ്സ്? ലാറ്ററൽ ഫേസസ്. എന്താണ് ലാറ്ററൽ ഫേസസ്? എനിക്കൊക്കെ എഴുതാനും മിണ്ടാനും ഒന്നിനും പറ്റൂല. എന്റെ കൈയും കാലക്കിട്ട് പോക്കണ്ടല്ലോ. അതിന് നേരത്തെ കൈയും കാലൊക്കെ പൊക്കണ്ടായിരുന്നല്ലോ. വലത്തെ കൈ വർക്ക് ചെയ്യില്ലേ? കൈ വർക്ക് ചെയ്യൂലേന്ന്. ആ അപ്പൊ പിന്നെ ബുക്കും പേൻ എടുത്ത് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പറ്റുമോന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ മോളെ? ആ പിന്നെ കൂടുതൽ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കല്ലേ, മര്യാദക്ക് നോട്ട് എഴുത്. പറഞ്ഞേ, എന്താണ് ലാറ്ററൽ സൈഡ്സ്? ഹൃദയ പറയൂ. The sum of the areas of all the lateral faces is called lateral surface area. ഞാൻ അതല്ലല്ലോ ചോദിച്ചേ, ലാറ്ററൽ സൈഡ്സ് എന്താന്നല്ലേ ചോദിച്ചത്, അല്ലെങ്കിൽ ലാറ്ററൽ ഫേസസ് എന്താന്നല്ലേ ഞാൻ ചോദിച്ചത്. Sides ആണ്. Sides പറഞ്ഞാല് ഒരു പ്രിസത്തിന്റെ സൈഡ് ആണല്ലേ. അപ്പൊ സൈഡുകൾ എന്താ വരിക? സൈഡുകൾ എന്താ വരിക? ഇപ്പൊ ഞാൻ ഈ ഒരു ഫോൺ എടുത്തു. ആ ഈ ഫോണിനെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ലാറ്ററൽ ഫേസസ് എന്ന് പറയുന്നത് ഏതാ വരിക? ഇത് വരുമോ? യെസ്, വെരി ഗുഡ്. അത് തന്നെ, അത് ബേസ് ആണ് കേട്ടാ. ഇതും ബേസ്, പിന്നെ കയ്യിൽ കുത്തിയിരിക്കുന്ന ഭാഗവും ബേസ്. ഇത് ലാറ്ററൽ ഫേസ്. ഇതിന് നേരെ ബാക്കിലുള്ളതും ലാറ്ററൽ ഫേസ്. ഇതും ലാറ്ററൽ ഫേസ്, ഇതും ലാറ്ററൽ ഫേസ്. ഓക്കെ, അപ്പോ ഈ ലാറ്ററൽ ഫേസുകളുടെ ഏരിയ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. മനസ്സിലായോ? ഹൃദയം പേടിച്ചാ? എന്തിനാ പേടിക്കണേ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററൽ സൈഡുകളുടെ ഏരിയ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇവിടെ കിടന്ന് ഈ പറയണത് എല്ലാം പറഞ്ഞ് തലകുത്തി മറിഞ്ഞ് ഒരാള് ഒരു റിപ്ലൈ ഇല്ല. ഒരാള് കോട്ടുവായിരുന്നു എന്റെ മുഖത്ത് നോക്കിയിട്ട്, ഒരാള് വെറുതെ എന്തോ ചുരണ്ടിയിരിക്കുന്നുണ്ട്, ഒരാള് ബെഡ് റെസ്റ്റിലാണ്. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും ബെഡ് റെസ്റ്റ് എടുക്കേണ്ട സമയാ. കൈയും കാലും വർക്കാവൂലോ. അപ്പൊ ഇവിടെ ഒന്ന് പറയണതിന് ഒരു കുഴപ്പമില്ല. വായിലെ നാവും വർക്ക് ചെയ്യും എനിക്ക്. അപ്പൊ എനിക്ക് ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെയാ, എഴുതാൻ പറ്റില്ല. വല്ലാണ്ട് വേഷം കെട്ടുകള്. എനിക്കിതൊക്കെ നിർത്തിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല. എന്താണ്? അറിയില്ലാന്നോ? അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ശ്രദ്ധിക്കണമായിരുന്നു. നീ കേട്ടോ ഞാൻ പറഞ്ഞത്? നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ല. അത്ര ഉറപ്പിച്ച് പറയാ, ശ്രദ്ധിച്ചില്ല. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സൈഡ്സിന്റെ എല്ലാം കൂടെ ഏരിയ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. എന്താണ് ലാറ്ററൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇതിന്റെ ചുറ്റുമുള്ള സൈഡുകളാണ് ലാറ്ററൽ സൈഡുകൾ. അതിന്റെയൊക്കെ ഏരിയകൾ തമ്മിൽ കൂട്ടുക. അപ്പൊ ഇവിടുത്തെ ഏരിയയും ഇവിടുത്തെ ഏരിയയും കൂടി കൂട്ടുക, ഈ സൈഡിലത്തെ ഏരിയയും ഈ സൈഡിലത്തെ ഏരിയയും കൂടി കൂട്ടുക. അപ്പൊ മൊത്തത്തിൽ കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം.
അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ക്യൂബോയിഡ് ആണെന്ന് വിചാരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ട, ഇതിന് നമ്മൾ എന്താ പറയാ, ഒരു ക്യൂബോയിഡ്, അല്ലെങ്കിൽ ഇതിന്റെ ബേസ് എന്താ, റെക്ടാംഗിൾ ആണ് ഇതിന്റെ ബേസ്. കേട്ടോ? അപ്പോ ഞാൻ ഇത് ഇങ്ങനെയാണ് പിടിച്ച് നിർത്തിയേക്കുന്നത്. ഇവിടെ ഞാൻ നിലത്ത് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചേക്ക. അപ്പൊ ഇതിന്റെ ബേസസ് ഏതാ തനുഷ് പറഞ്ഞേ? ഇതിന്റെ ബേസസ് ഏതായിരിക്കും? ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ബേസസ് ഏതായിരിക്കും? അൺമ്യൂട്ട് ചെയ്യടാ, പറയ്. ബേസസ് സൈഡിലായിരിക്കോ? ബേസ് സൈഡിലാണോ പറഞ്ഞത്? ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? തറ, അടിഭാഗം, താഴെയുള്ള ഭാഗം. ഇപ്പൊ ഞാൻ നിൽക്കുവാണ്, അപ്പൊ എന്റെ ബേസ് എന്ന് പറയുന്നത് എന്റെ കാലാണ്. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് എങ്ങനെയാ? എന്റെ കാല് കുത്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ എന്റെ ബേസ് എന്ന് പറയുന്നത് എന്റെ കാലാണ് ഇപ്പൊ. ഓക്കെ, ഇപ്പൊ നീ ഇരിക്കുവാണെങ്കിൽ നിന്റെ ബേസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന ഭാഗം. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു സാധനവും ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ താഴെ വെച്ചേക്കുന്ന ഈ സൈഡാണ് ഇതിന്റെ ബേസ്. ഈ ടോപ്പ് ഭാഗവും ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം, കാരണം ഇത് ഇങ്ങനെ തിരിച്ചു വെക്കാവുന്നത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ടോപ്പ് ആൻഡ് ബോട്ടത്തിനെയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ഇനി ബാക്കിയുള്ള വശങ്ങളാണ് ലാറ്ററൽ ഫേസസ്. ഞാനിത് പറഞ്ഞപ്പോ നീ കേറിയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത് തനുഷ്? ലേറ്റ് ആയിട്ട് കയറി പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ നോക്കിയേ, ഈ സൈഡിലുള്ള വശങ്ങളാണ് നമ്മുടെ ലാറ്ററൽ ഫേസസ്. എന്താണ്? ലാറ്ററൽ ഫേസസ്. ഓക്കെ, അപ്പോ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ താഴത്തെ ഏരിയയും മുകളിലത്തെ ഏരിയയും ഇത് രണ്ടും കൂടെ കൂട്ടും. ഇതാണല്ലോ ബേസ്, അല്ലേ? ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ താഴത്തെ ഏരിയയും മുകളിലത്തെ ഏരിയയും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ബേസ് ഏരിയ. ഇതാണ് ലാറ്ററൽ സൈഡ്സ്, സൈഡിലുള്ള വശങ്ങൾ. അവർക്കുടെ ഏരിയകൾ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായാ? ആയില്ല. ലാറ്ററൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? പറ. ശരിയാ, ചുറ്റുമുള്ള ആംഗിൾ അല്ല, സൈഡുകള്. ഇത്, ഈ വശം, ഈ വശം, ഈ വശം, ഇത്, ഇങ്ങനെ ചുറ്റും വരുന്ന വശങ്ങൾ, അല്ലേ? അപ്പൊ ലാറ്ററൽ സൈഡ്സ് ഇതാണെങ്കിൽ ലാറ്ററൽ സൈഡുകളുടെ ഏരിയ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഈ വശങ്ങളുടെ ഒക്കെ ഏരിയ, പരപ്പളവ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ കുപ്പി എടുത്തു വിചാരിച്ചു. ഈ കുപ്പിയുടെ ബേസ് എന്താ? ബേസ് താഴെ, ഇതായിരിക്കും ഇതിന്റെ ബേസ്, അല്ലേ? ഇതിന്റെ ലാറ്ററൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഈ ചുറ്റുമുള്ള ഏരിയ, ഈ ഒരു പോർഷൻ അല്ലേ ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന പോർഷൻ? ഇതായിരിക്കും ലാറ്ററൽ സൈഡുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആർക്കും മനസ്സിലായില്ലേ? ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഒരു കാര്യം ചെയ്യേ, തനുഷ് ഇന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ഒന്നും കൂടി ചീന ടീച്ചറിന്റെ വാങ്ങിയിട്ട് ഒന്ന് കണ്ടു നോക്ക് കേട്ടാ. എന്നിട്ട് മനസ്സിലാവുള്ളെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? കാണുവോ? ഇന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങി കാണുവോ? അപ്പൊ എന്നാ ശരിയാന്നാ കേട്ടാ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ബൈ. ഹാപ്പി ന്യൂ ഇയർ.